ബിഗ് ബോസ് മലയാളം സീസൺ 6 ലോഗോ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ് ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഫസ്റ്റ് പ്രൊമോ എത്തി. ഇനി എന്തെന്ന് ആരാധകരൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങളായി. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ 2 സീസണുകളിലും കംപ്ലീറ്റ് ആയിട്ട് അപ്ഡേറ്റുകളൊന്നും എത്തിക്കാൻ സാധിച്ചില്ല. എന്തായാലും സീസൺ 6ന്റെ അപ്ഡേറ്റുകളും റിവ്യൂകളും ഒക്കെയായി തുടക്കം മുതൽ നമ്മളും ഉണ്ടാകും. അപ്പോൾ നമുക്കിന്ന് സീസൺ 6ലേക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് പേരുകൾ നോക്കാം. കഴിഞ്ഞ 1-2 വീഡിയോകളിൽ നമ്മൾ ഓൾറെഡി കുറച്ച് പേരുകളൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും അതിൽ നിന്നുമൊക്കെ സാധ്യതകൾ കൂടുതൽ പറയുന്ന കുറച്ച് പേരുകളാണ് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, ഈ പേരുകളൊക്കെ സാധ്യതകൾ മാത്രമാണ്. ബിഗ് ബോസ് ഹൗസിൽ കയറിയാൽ മാത്രമേ വന്നുവെന്ന് പറയാൻ പറ്റൂ. അതുപോലെ സീസൺ 6 എന്ന് പറയുന്നത് ബിഗ് ബോസ് ടീം വളരെ രഹസ്യമായി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. നിലവിൽ പുറത്തൊരു ചർച്ചയ്ക്കായി വിവരങ്ങളൊന്നും ലീക്കാകാതെ വളരെ സീക്രട്ടായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആദ്യ പ്രൊമോയിൽ പറയും പോലെ ഒരു അൺപ്രഡിക്റ്റബിൾ പ്രതീതി തന്നെയാണ് നിലവിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. രഹസ്യമായി വെക്കുന്നത് നല്ല കാര്യം തന്നെ, പക്ഷേ എല്ലാം കഴിഞ്ഞ് കാത്തിരിപ്പ് വെറുതെ ആവരുത്. സീസൺ 5 പോലെ ഒരു ശോകം സീസൺ ആകാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ടെന്നാണ് പല സോഷ്യൽ മീഡിയ ചർച്ചകളിലും ബിഗ് ബോസ് ആരാധകർ പറയുന്നത്. കാരണവുമുണ്ട്. കഴിഞ്ഞ സീസൺ 5 നടത്തിയ അതേ ടീം തന്നെയാണ് സീസൺ 6ന്റെ അണിയറയിലും എന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ അൺപ്രഡിക്റ്റബിൾ എന്ന പ്രൊമോ ഒക്കെ കണ്ട് വലിയ പ്രതീക്ഷകളൊന്നും കൊടുക്കാതെ ഇരിക്കുന്നത് തന്നെയാകും നല്ലത്. ഹിന്ദി തമിഴ് ബിഗ് ബോസിലെ ഫ്ലോപ്പായ കുറെ സംഭവങ്ങളൊക്കെ മലയാളം ബിഗ് ബോസിൽ കൊണ്ടുവന്ന് വെറുപ്പിക്കില്ലെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ള പേരുകളൊന്ന് നോക്കാം. ഒന്ന്, സീരിയൽ ആക്ടറായ അഖിൽ ആനന്ദിന്റെ പേരാണ്. ഏതാണ്ട് കൺഫേം ആയ രീതിയിലൊക്കെയാണ് കേൾക്കുന്നത്. എത്രത്തോളം വിശ്വസനീയമാണെന്ന് ബിഗ് ബോസിൽ വന്നാൽ മാത്രമേ പറയാൻ സാധിക്കൂ. അടുത്തത്, സിനി സീരിയൽ ആക്ടറായ രാജീവ് പരമേശ്വറാണ്. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി കേൾക്കുന്ന ഒരു പേരാണ്. മൂന്നാമതായി ശരണ്യ ആനന്ദിന്റെ പേരാണ് കേൾക്കുന്നത്. മുൻ സീസണുകളിലൊക്കെ ശരണ്യയുടെ പേര് കേട്ടിരുന്നു, എന്നാൽ ഫൈനൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ല. സീസൺ 6ലേക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയുന്നത്. നാലാമതായി ജിത്തു വേണുഗോപാലിന്റെ പേരാണ് കേൾക്കുന്നത്. ഏതാണ്ട് ഉറപ്പായ കണ്ടസ്റ്റന്റ് ആയിരിക്കുമെന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഈ പറഞ്ഞവരൊക്കെ ഏഷ്യാനെറ്റിന്റെ തന്നെ സീരിയൽ ഫാമിലിയിൽ ഉള്ളവരാണ്. അടുത്ത ഒരാൾ അധികം പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ ഒന്നും കേൾക്കാത്ത ഒരു വ്യക്തിയാണ്. ഓൺലൈൻ മീഡിയകളിലൊക്കെ ആങ്കറായ പൂജയാണ്. പിന്നെ കേൾക്കുന്നത് നമ്മുടെ മുടിയൻ എന്നറിയപ്പെടുന്ന ഋഷിയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 6 അപ്ഡേറ്റുകളൊക്കെ എത്തിയപ്പോൾ തുടങ്ങി ഏതാണ്ട് ഉറപ്പായി കേൾക്കുന്ന ഒരാളാണ് ഋഷി. ഇപ്പോൾ ഇത്രയും പേരുകളൊക്കെ കേൾക്കുന്നുള്ളൂ. മുൻപ് കേട്ട പലരുടെയും പേരുകളൊന്നും ഇപ്പോൾ കേൾക്കാനില്ല. സാധ്യത പറഞ്ഞ പലരും സീസൺ 6ലേക്ക് ഇല്ല എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇൻഫ്ലുവൻസേഴ്സ് ആയ പലരുടെയും പേരുകൾ ഇപ്പോൾ കേൾക്കാൻ കൂടിയില്ല. ചിലപ്പോൾ ബിഗ് ബോസ് ടീമിന്റെ സൈഡിൽ നിന്നും സ്ട്രിക്റ്റ് ആയ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും, വിവരങ്ങളൊന്നും പുറത്തുവിടരുതെന്ന്. സീസൺ 6 വളരെ സീക്രട്ടായി സെറ്റ് ചെയ്ത് പ്രേക്ഷകരെ എല്ലാം സർപ്രൈസ് ആക്കി അൺപ്രഡിക്റ്റബിൾ സംഭവങ്ങളൊക്കെ ആയി എത്തുമെന്ന വാശിയിലാണല്ലോ ബിഗ് ബോസ് ടീം നിലവിൽ. അതുകൊണ്ട് നമുക്കും കാത്തിരിക്കാം. പക്ഷേ ഇത്രയും ഡിലേ ഉണ്ടായിരുന്നുവെങ്കിൽ 2 മാസം മുൻപേ ലോഗോ എല്ലാം ലോഞ്ച് ചെയ്ത് പ്രേക്ഷകരെ ഇത്രയ്ക്കും കാത്തിരിപ്പിച്ച് വെറുപ്പിക്കണ്ടായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട് എനിക്ക്. അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് മലയാളം അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ചാനൽ ഒന്ന് മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കും.